നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴ മുന്നറിയിപ്പ്. ചിമ്മിനി ഡാമിലെ വെള്ളം KSCB വാൽവ് വഴി ഒഴുക്കി തുടങ്ങി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാമും വ്യാഴാഴ്ച രാവിലെ തുറക്കും. കല്ലൂർ ആലങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വീടിന്റെ പുറകുവശത്തെ ചുമരടക്കം തകർന്നു വീണു. പുതുക്കാട് സെന്ററിലെ കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ HRPMന്റെ ഏകദിന ഉപവാസ സമരം. പുല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിന് തുടക്കമായി. ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴ മുന്നറിയിപ്പിന്റെയും ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ചിമ്മിനി ഡാമിലെ വെള്ളം KSCB വാൽവ് വഴി ഒഴുക്കി തുടങ്ങി. ഇതോടെ നിർത്തിവച്ചിരുന്ന വൈദ്യുതി ഉൽപാദനവും ചിമ്മിനിയിൽ ആരംഭിച്ചു. ചൊവ്വാഴ്ച ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് 74.85 മീറ്റർ ആയിരുന്നു. 74.90 മീറ്ററിലെത്തുമ്പോഴാണ് ഡാമിൽ ബ്ലൂ അലർട്ട് നൽകുക. 76.40 മീറ്റർ വരെ ചിമ്മിനിയിൽ ജലം സംഭരിക്കാനാകും. ബ്ലൂ അലർട്ടിനോട് അടുത്തതോടെയാണ് വെള്ളം തുറന്നുവിടാൻ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും ജില്ലാ കളക്ടറുമായ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടത്. ചിമ്മിനി ഡാമിൽ നിന്ന് KSCB ഫുൾ ലോഡ് ജനറേഷൻ വഴി വെള്ളം പകൽ സമയങ്ങളിൽ തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിക്കാൻ തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് അനുമതി നൽകിയത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് വെള്ളം തുറന്നുവിട്ടു തുടങ്ങിയത്. ഇതുവഴി കുറുമാലി പുഴയിലെ ജലനിരപ്പ് 10 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ ഉയരുവാൻ സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് തുറക്കുമെന്ന് പീച്ചി ഹെഡ് വർക്ക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. KSCB ചെറുകിട വൈദ്യുത ഉൽപാദന നിലയം വഴിയും റിവേഴ്സ് ലൂയിസും വഴിയുമാണ് വെള്ളം തുറന്നുവിടുന്നത്. ഇതിനാൽ മണലി, കരുവന്നൂർ പുഴകളിലെ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരത്തു താമസിക്കുന്നവരും പുഴയോരത്ത് ജോലിയെടുക്കുന്നവരും കർശനമായ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. കല്ലൂർ ആലങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇതേ തുടർന്ന് കിണർ ഉപയോഗശൂന്യമായി. വീടിന്റെ പുറകുവശത്തെ ചുമരും ആൾമറയുമടക്കം തകർന്നു വീണു. കൈപ്പിള്ളി വേലായുധന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെ കിണറിന്റെ വീടിനോട് ചേർന്ന ഒരു വശം ഇടിഞ്ഞു താഴുകയായിരുന്നു. കിണറിലെ വശങ്ങളിലെ മണ്ണിനൊപ്പം റിങ്ങും ഇടിഞ്ഞിറങ്ങി. കിണർ ഇടിഞ്ഞതോടെ കിണറിനോട് ചേർന്ന വേലായുധന്റെ വീടിന്റെ ചുമരിൽ വിള്ളലുണ്ടായി. ഉച്ചയോടെ വീടിന്റെ പുറകുവശത്തെ ചുമരും ആൾമറയുമടക്കം വീണ്ടും തകർന്നു വീഴുകയായിരുന്നു. ഭൂമിയിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം KK സലീഷ്, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരു പഞ്ചായത്തിലെ വാർഡ് 8 ആലങ്ങാട് ദേശത്തുള്ള കൈപ്പിള്ളി വേലായുധന്റെ വീട്ടുകിണറാണ് ഇന്നലെയും മിഞ്ഞാത്തൊക്കെ മഴയുടെ ഭാഗമായിട്ട് ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഇത് 3 വീട്ടുകാർ കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണറാണ്. മാത്രമല്ല ഇപ്പോൾ വീടിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ തറയുടെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീണെടുക്കുന്നുണ്ട്. വീടിന് ഒരു വിള്ളല്, ഇപ്പോൾ വീടിനോട് ചേർന്ന് വിള്ളലുണ്ടായിട്ടുണ്ട്. പുതുക്കാട് സെന്റർ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ HRPMന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. നീതിയുടെ നിലവിളി എന്ന പേരിൽ നടത്തിയ ഉപവാസ സമരം ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PB ബൈജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി, SC/ST വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര, വൈസ് ചെയർമാൻ മുഹമ്മദ് ബഷീർ സൈനി, രാജൻ കുട്ടമംഗലം, വിജു തച്ചങ്കുളം എന്നിവർ പ്രസംഗിച്ചു.
3.48 കോടി രൂപ നൽകി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിൽ ഉടമകൾ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുകയാണെന്ന് HRPM ആരോപിച്ചു. ഇന്നലെ രാത്രി ഏകദേശം 1 മണിക്ക് ശേഷം 1 മണി മുതൽ ഈ പുതുക്കാട് സെന്ററിനകത്ത് അനധികൃതമായി പ്രവർത്തിക്കും ചില വ്യക്തികൾ കീടങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ. അത് ഏത് രാഷ്ട്രീയവുമായിക്കോട്ടെ. കാരണം ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയിൽ വിശ്വസിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. എൻ്റെ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തന മേഖല, അതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് രക്തദാന മേഖലയാണ്. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളിന് തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടത്തി. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 4-ന് പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായിരിക്കും. തുടർന്ന് കൂട് തുറക്കൽ ശുശ്രൂഷകൾ നടക്കും. വിശുദ്ധ റപ്പായേൽ മാലാഖയുടെയും മറ്റ് മാലാഖമാരുടെയും തിരുസ്വരൂപങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലേക്ക് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചു വെക്കുന്നതോടെ തിരുനാളിന് തുടക്കമാകും. വൈകിട്ട് കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം സൗജന്യ നേർച്ച ഭക്ഷണ വിതരണം ആരംഭിക്കും. രാത്രി 10 വരെ ഭക്ഷണം വിതരണം ചെയ്യും. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ കുർബാനകൾ ഉണ്ടായിരിക്കും. 10-ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മോൺ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായിരിക്കും. ഫാദർ ജോൺസൺ അന്തിക്കാട് തിരുനാൾ സന്ദേശം നൽകും. തിരുനാൾ ദിനത്തിൽ രാവിലെ 8-ന് ആരംഭിക്കുന്ന നേർച്ച ഭക്ഷണ വിതരണം ഉച്ചകഴിഞ്ഞ് 2 വരെ ഉണ്ടായിരിക്കും. 1,00,000 പേർക്കാണ് ഈ വർഷം നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3-ന് ഇടവകയിലെ വൈദികർ ചേർന്ന് അർപ്പിക്കുന്ന കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 7-ന് പള്ളിയിൽ സമാപിക്കുന്നതോടെ തിരുനാളിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാകും. 26 മുതൽ 8-ാമിടം വരെ എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 30-ന് വൈകിട്ട് പള്ളിയിലെ മുൻ ഗായക സംഘാംഗങ്ങളുടെ സംഗമവും ദൈവദൂതരോടൊപ്പം ഔസേപ്പച്ചനും എന്ന പരിപാടി അരങ്ങേറും. എല്ലാ വർഷവും ഒക്ടോബർ മാസം 23, 24 തീയതികളിലാണ് വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തിരുനാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതി ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ് കൂട് തുറക്കൽ ശുശ്രൂഷ നടക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ ചിന്നറോമ എന്നറിയപ്പെടുന്ന സെന്റ് ആന്റണീസ് പള്ളിയുടെ സെന്റ് റാഫേൽ മാലാഖയുടെ 189ാമത്തെ തിരുനാൾ ആഘോഷങ്ങളുടെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളോടനുബന്ധിച്ച് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ തിരുനാളിൻ്റെ ഒരുക്കങ്ങൾക്കായിട്ടും നിയന്ത്രണത്തിനായിട്ടും 501 അംഗ വളണ്ടിയർ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇടവകയിലെ കൂട്ടായ്മയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ 2025 തിരുനാളുടെ ഒരുക്കമായിട്ടുള്ള മഹാകൂട്ടിൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 9 ചൊവ്വാഴ്ച ആചരണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി മഹാകൂട്ടും 8-ാമിടമാണ്. മഹാകൂട്ട് 23, 24 തീയതികളിൽ 1,00,000-ൽ പരം ആളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് പനംകുറ്റിച്ചിറ അങ്ങാടിയിൽ നിന്നും വളയെടുപ്പ് ആഘോഷം നടത്തുമെന്ന് പനംകുറ്റിച്ചിറ അങ്ങാടി വളയെടുപ്പ് ആഘോഷ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം വളയെടുപ്പ് നടത്തുന്നതിന് നേരത്തെ പോലീസ് കമ്മീഷണർ അനുമതി നൽകിയെങ്കിലും പിന്നീട് ഇത് റദ്ദാക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാണ് പുതിയ ഉത്തരവ് വാങ്ങിയത്. വ്യാഴാഴ്ച വൈകിട്ട് 8-ന് പനംകുറ്റിച്ചിറ സെൻറ്ററിൽ നിന്നും ആരംഭിക്കുന്ന വളയെഴുന്നള്ളിപ്പ് വൈകിട്ട് 11:30-ന് മുമ്പായി പള്ളിയിൽ എത്തിച്ചേരും. വാദ്യമേളങ്ങളുടെയും വർണ്ണമനോഹരമായ തേരിൻ്റെയും അകമ്പടിയോടെ നടക്കുന്ന വളയെടുപ്പ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഉയർത്തുന്ന അലങ്കാരപ്പന്തലിൻ്റെ നിർമ്മാണം പൂർത്തിയായി. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡേവിസ് മാളിയേക്കൽ, ബോബിൻ ആലപ്പാടൻ, വളണ്ടിയർ ക്യാപ്റ്റൻ വിൽസൺ കാഞ്ഞിരത്തിങ്കൽ, ജീസൻ വടക്കേത്തല എന്നിവർ പങ്കെടുത്തു. അളകപ്പനഗർ പഞ്ചായത്ത് ഹൈസ്കൂളിന്റെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസ്സി വിൽസൺ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വട്ടാണത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB സുരേഷ്, ടോണി സേവ്യർ, K ശേഖരൻ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് NS ശാലിനി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജ് ദിനാഘോഷങ്ങൾ മുൻ DGP ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ പാഠ്യവിഷയങ്ങളിൽ മാത്രം തളച്ചിടാതെ ക്വിസ്, സംഗീതം, സ്പോർട്സ് എന്നീ മേഖലകളിലേക്ക് കൂടി തിരിച്ചുവിട്ടാൽ മയക്കുമരുന്നും മൊബൈൽ ഉപയോഗവും വളരെയധികം കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. PT ഉഷയ്ക്ക്, MD വത്സമയ്ക്കും, ഷൈനി വിൽസണിനും, ശ്രീജേഷിനും ശേഷം അന്താരാഷ്ട്ര സ്പോർട്സ് മേഖലയിൽ ഒരൊറ്റ മലയാളിയും ഇല്ലാത്തത് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ സ്ഥാപക മാനേജർ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ്, ചെയർപേഴ്സൺ വൈഗരി S നായർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈഗരി മറ്റു യൂണിയൻ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെ ആഗ്നേയ 2025-26 തുടക്കമായി. സ്റ്റാഫ് സെക്രട്ടറി ജീത ജോണി, PTA വൈസ് പ്രസിഡന്റ് PO മിനി, സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ മിലു മരിയ ആൻഡോ, ഡോക്ടർ ജിൻഡോ ജെയിംസ്, വൈഗരി S നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിന് ശേഷം മ്യൂസിക്കൽ കോൺസർട്ട് അരങ്ങേറി. തലൂർ ചിറ്റിശ്ശേരി റോഡ് പണിത ദിവസങ്ങൾക്കുള്ളിൽ കുണ്ടും കുഴിയും ആയതിൽ കരാറുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP നെന്മണിക്കര പഞ്ചായത്ത് ചിറ്റിശ്ശേരി മേഖലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP ജില്ലാ സെക്രട്ടറി റീസൺ ചെവിടൻ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് മാളാത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാധരൻ കോപ്പാട്ടിൽ, നിവീഷ് സുധാകരൻ, സുരേഷ് എറവക്കാട്, ജോയ് കുനിശ്ശേരി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കേരളത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡുകൾ നേതൃത്വം നൽകുകയാണെന്ന് ആരോപിച്ച് മറ്റത്തൂരിലെ BJP പ്രവർത്തകർ ചുങ്കാലിൽ നിന്ന് അവിട്ടപ്പിടിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ, ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ, മണ്ഡലം നേതാക്കളായ KC സുനിൽകുമാർ, പ്രിയ സഞ്ജീവ്, ആതിര സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ഇനി കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ നാട് എൻ്റെ വോട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCTV പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. 1977 നെന്മണിക്കര പഞ്ചായത്ത് രൂപീകൃതമായത്. അതുവരെ തൃക്കൂർ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു. ഈ പഞ്ചായത്തിലാണ് എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന വിവാദമായ പാലിയേക്കര ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നത്. 15 വാർഡുകളായിരുന്ന നെന്മണിക്കര പഞ്ചായത്ത് തലൂർ, തലൂർ പാറപ്പുറം, തലവണിക്കര, പുലക്കാട്ടുകര, നെന്മണിക്കര, പാഴായി, ചെറുവാൾ, പാഴായി സെന്റർ, പാഴായി വെസ്റ്റ്, മടവാക്കര, പാലിയേക്കര, ചിറ്റിശ്ശേരി സൗത്ത്, എറവക്കാട്, ചിറ്റിശ്ശേരി സെന്റർ, ചിറ്റിശ്ശേരി നോർത്ത്, കുന്നിശ്ശേരി എന്നിങ്ങനെ നിലവിൽ 16 വാർഡുകളായി മാറുകയാണ്. 17,794 വോട്ടർമാരാണ് പഞ്ചായത്തിന്റെ ജനവിധി തീരുമാനിക്കുന്നത്. വാർഡ് 3 തലവണിക്കര, 4 പുലക്കാട്ടുകര, 6 പാഴായി, 7 ചെറുവാൾ, 11 പാലിയേക്കര, 12 ചിറ്റിശ്ശേരി സൗത്ത്, 13 എറവക്കാട് എന്നീ വാർഡുകൾ സ്ത്രീ സംവരണമാണ്. വാർഡ് 14 ചിറ്റിശ്ശേരി സെന്റർ പട്ടികജാതി സ്ത്രീ സംവരണവും വാർഡ് 8 പാഴായി പട്ടികജാതി സംവരണ വാർഡുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നെന്മണിക്കരയിൽ കണ്ടത് LDFന്റെ സർവാധിപത്യമാണ്. നിലവിൽ 15-ൽ 14 സീറ്റുകളും LDFനൊപ്പമാണ്. തലൂർ വാർഡ് മാത്രമാണ് UDFന് ഒപ്പം. സമീപ പഞ്ചായത്തുകളിൽ ഭരണപക്ഷത്തുള്ള UDFനും ശക്തി തെളിയിച്ചിട്ടുള്ള BJPക്കും ഇടതുപക്ഷത്തിന്റെ ഈ ശക്തി കേന്ദ്രത്തിൽ വിള്ളലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. വാർഡ് പുനഃക്രമീകരണം അനുകൂലമാക്കി ജനപ്രിയ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി ഇടത് കോട്ട ഇളക്കാൻ UDF BJP മുന്നണികൾ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള ഭരണ മികവ് കോട്ട നിലനിർത്താൻ സഹായിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം അശ്വതി പ്രവീൺ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ഡിറ്റി പോൾ, കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സജന ഷിബു, കെ എ ശൈലജ, വിജ്ഞാന കേരളം ഇന്ത്യൻ ക്രിസ്റ്റീന, കമ്മ്യൂണിറ്റി അംബാസിഡർ ഫീന, DRP ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി നേതൃത്വം നൽകി. പുതുക്കാട് CG ജനാർദ്ദനൻ ഗുരുവിജയ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൽജോ പുളിക്കൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CC സോമസുന്ദരൻ, സെബി കൊടിയൻ, CP സജീവൻ, ഫിലോമിന ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിലാണ് നവീകരിക്കുന്നത്. 1 കിലോമീറ്റർ ദൂരം 4 മീറ്റർ വീതിയിൽ ടാറിങ്ങും അനുബന്ധ പ്രവൃത്തികളും ചെയ്യുന്നതിനാണ് തുക അനുവദിച്ചിട്ടുള്ളത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. രാവിലെ 4-ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ തിരിച്ച് രാത്രി 10:45-ന് ഗുരുവായൂരിലേക്ക് എത്തും. കുറഞ്ഞ ചെലവിൽ തിരുവനന്തപുരത്തേക്കും നിർമ്മാല്യ ദർശനത്തിന് ഗുരുവായൂരിലേക്കും വേളാങ്കണ്ണി ട്രെയിൻ കണക്ഷൻ ട്രെയിനായി ഈ ട്രെയിന് ഉപയോഗിക്കാം. സ്റ്റോപ്പ് അനുവദിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ആവശ്യമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള കഥാ കവിതാ രചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കൺവീനർ സന്തോഷ് കിഴക്കിനിയടം, കഥാകൃത്ത് ശശി ആനന്ദപുരം, വായനശാല നേതൃസമിതി പ്രസിഡന്റ് MK ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഒക്ടോബർ 26-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ആശുപത്രി കെട്ടിടത്തിൽ കൺസൾട്ടേഷൻ മുറികൾ, ഫാർമസി, സ്റ്റോർ, സ്റ്റാഫ് റൂം, ഫീഡിംഗ് റൂം, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഭാവിയിൽ ലിഫ്റ്റ് സൗകര്യം സ്ഥാപിക്കുന്നതിനായുള്ള സജ്ജീകരണവും നിർദ്ദിഷ്ട കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തിയ ജില്ലാതല വായനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി ചിറ്റിശ്ശേരി സ്വദേശിനി. ചിറ്റിശ്ശേരി മൂത്രത്തിപ്പറമ്പിൽ വീട്ടിൽ പ്രഹ്ലാദന്റെ ഭാര്യ KK ജയയാണ് വിജയിയായത്. മുതിർന്നവരുടെ വിഭാഗത്തിലാണ് പുതുക്കാട് കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സെനോറ ഹാൻഡിക്രാഫ്റ്റ്സും കാശ്മീർ ഫുഡ് പ്രോഡക്ട്സും സംയുക്തമായി ഒക്ടോബർ 30-31 തീയതികളിൽ പുതുക്കാട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല, ഫിഷ് മസാല, സാമ്പാർ പൗഡർ എന്നിവയുടെ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 9048 20 6070 88486441 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. പ്രവേശനം വനിതകൾക്കു മാത്രമായിരിക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സഹകാർ സേവന കേന്ദ്രയും നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ കൊടകരയും നടത്തുന്ന സൗജന്യ നേത്ര തിമിര നിർണയ ക്യാമ്പും ഒക്ടോബർ 26 ഞായറാഴ്ച വരന്തരപ്പള്ളി നന്ദിപുരം വഴിയിലുള്ള റേഷൻ കടയ്ക്കും സാരഥി ട്രേഡിംഗ് കമ്പനിക്കും അടുത്തുള്ള കെട്ടിടത്തിൽ നടക്കും. പങ്കെടുക്കേണ്ടവർ 9496787322 9496795322 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,540 രൂപ, പവന് 92,320 രൂപ. വെണ്ടൂർ അരങ്ങാശ്ശേരി ത്രേസ്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു.
സംസ്കാരം നടത്തി. ഫ്രാൻസിസാണ് ഭർത്താവ്. റീന, മിനി, ഷൈനി, ജോസ് എന്നിവർ മക്കളും ഫ്രാൻസിസ്, ജോൺസൺ, സനിത എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ മാവിൻചൂട് ചിറയത്ത് ആൻഡു അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോട്ടകര പേരാമ്പ്ര എടശ്ശേരി പന്തല്ലൂക്കാരൻ വീട്ടിൽ പൗലോസ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിൽ. ലിസിയാണ് ഭാര്യ. നിഷ, സേവ്യർ എന്നിവർ മക്കളും ഷാബു, ഡിൻസി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴ മുന്നറിയിപ്പ്. ചിമ്മിനി ഡാമിലെ വെള്ളം KSCB വാൽവ് വഴി ഒഴുക്കി തുടങ്ങി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാമും വ്യാഴാഴ്ച രാവിലെ തുറക്കും. കല്ലൂർ ആലങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വീടിന്റെ പുറകുവശത്തെ ചുമരടക്കം തകർന്നു വീണു. പുതുക്കാട് സെന്ററിലെ കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ HRPMന്റെ ഏകദിന ഉപവാസ സമരം. പുല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിന് തുടക്കമായി. ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.